PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കുറച്ച് ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ പലർക്കും പല ഡൗട്ടുകളായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം തിരുവനന്തപുരവും കോട്ടയവും തൃശ്ശൂർകാർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയുള്ളവർ നാം പറയുന്നത് പോലെയാണോ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. ആദ്യം ഞാൻ സെൽഫ് ഡിക്ലറേഷൻ്റെ കാര്യം തൊട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ എവിടെയാണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് എനിക്ക് വന്ന മെസ്സേജ് ആയിരുന്നു 535/2023 ലാസ്റ്റ് ഗ്രേഡിൻ്റെ. ഇതിൽ നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ താഴെ ബ്ലൂ കളറിൽ ഇതാണ് സെൽഫ് ഡിക്ലറേഷൻ്റെ ഓപ്ഷൻ. പക്ഷേ കുറച്ച് പേര് നമുക്ക് ഓൾറെഡി പ്രൊഫൈൽ മെസ്സേജ് വേറെ ഇതേപോലെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ എടുത്തവരും കാണും. ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാവേ. എൻ്റെ ഇത് കണ്ടോ, ഇതൊരു LGS ലെവലിലുള്ളൊരു എക്സാം ആയിരുന്നു. അതിൽ എനിക്ക് ഇതുപോലെ മെസ്സേജ് വന്നതായിരുന്നു. അപ്പോൾ ഇതിലും ഇതുപോലെ ഡിഗ്രി ഇല്ല എന്നുള്ളൊരു സെൽഫ് ഡിക്ലറേഷൻ കാണുന്നു കണ്ടോ. അപ്പോൾ ഇങ്ങനെ പലരും അപ്ലോഡ് ചെയ്തതായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതിൻ്റെ സത്യവാങ്മൂലമാണിത്. പക്ഷേ പലർക്കും അക്ഷയയിൽ നമ്മുടെ ഫ്രണ്ട്സുകളുണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് വായിക്കാനും കൂടി സമയമില്ലാതെ പെട്ടെന്ന് പോയിട്ട് അപ്ലോഡ് ചെയ്യുന്നവരാണ് പലരും. അപ്പം കണ്ടില്ലേ, ഇതിൻ്റെ കാറ്റഗറി നമ്പർ കണ്ടോ, 223/2021. പക്ഷെ നമ്മുടെ ഏതാ, നമ്മുടെ 535 അല്ലേ. അപ്പോൾ അങ്ങനെ പലരും ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലോഡ് ചെയ്തവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കണേ. ആര് തന്നാലും അതൊന്ന് ജസ്റ്റ് കാറ്റഗറി നമ്പർ ഒന്ന് വായിച്ചിട്ട് സൈനും ഒപ്പും ഒക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ അപ്ലോഡ് ചെയ്തവർ പേടിക്കണ്ട. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളതുപോലെ PSC ഓഫീസിൽ വിളിച്ചപ്പോൾ പേടിക്കണ്ട, വെരിഫിക്കേഷന് വിളിക്കുമ്പം അത് ശരിയാക്കാൻ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്തവർ ഓക്കെ. ഇനി പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു കാരണം കൊണ്ട് ഇനി ടെൻഷൻ അടിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നമ്മുടെ കാറ്റഗറി നമ്പർ ആണോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. 535/2023 നമ്മുടെ കാറ്റഗറി നമ്പർ. പിന്നെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, നമുക്ക് അഡീഷണൽ ഡിക്ലറേഷനിൽ നമ്പറും ഡേറ്റും ഇഷ്യൂഡ് ബൈയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണേ. നമ്പർ ചോദിക്കുമ്പോൾ നിൽ എഴുതിയാൽ മതി. ഡേറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് തന്നെ എഴുതണേ. പിന്നെ ഇഷ്യൂഡ് ബൈ എന്ന് പറയുമ്പം സെൽഫ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഇന്നലെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ഡൗട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ ചോദിക്കുമ്പോൾ നില്ലും, അഡീഷണൽ ഡിക്ലറേഷനിൽ നമ്പർ ചോദിക്കുമ്പോൾ നില്ലും, ഡേറ്റ് ചോദിക്കുമ്പോൾ എന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റും, ഇഷ്യൂഡ് ബൈ പറയുമ്പോൾ സെൽഫ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിൽ നമ്പർ ചോദിക്കുമ്പോൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറാണ് എഴുതേണ്ടത്. ഡേറ്റ് നമുക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എന്നാണോ കിട്ടിയത് അന്നത്തെ ഡേറ്റ് എഴുതുക. ഇഷ്യൂഡ് ബൈ പറഞ്ഞിട്ട് നിങ്ങളുടെ വില്ലേജ് ഓഫീസർ, അങ്ങനെ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സത്യവാങ്മൂലം നമ്മുടെ രജിസ്റ്റർ നമ്പർ 535/2023 കേട്ടോ. പഴയത് പോയിട്ട് സൈറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് എഴുതാതെ നമ്മളുടെ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതണേ. 535/2023 ആണോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. നിങ്ങൾ ഓൾറെഡി ചെയ്തവരാണെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ചെയ്തു തരുന്നത്. അതൊക്കെ ശരിയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്യണേ. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ എന്തോ കുറച്ച് പേര് DAക്കാർക്ക് എന്തോ ജോബ് ഓറിയൻറ്റഡ് സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അക്ഷയയിലോ അങ്ങനെ അറിയണ എവിടെയെങ്കിലും പോയി അന്വേഷിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്